ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 26. യാത്രക്കാരുടെ ജീവന് വില കൽപ്പിക്കാതെ റെയിൽവേ. ലോക പ്രശസ്തമായ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. റെയിൽ ശൃംഖലയിൽ ലോകത്ത് 4ാം സ്ഥാനവും ഏഷ്യയിൽ 2ാം സ്ഥാനമുള്ള ബൃഹത്തായ സ്ഥാപനം. എന്നാൽ റെയിൽ ഗതാഗത രംഗത്ത് അയൽരാജ്യമായ ചൈന ഉൾപ്പെടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേ യാത്രക്കാരെയും ജീവനക്കാരെയും എങ്ങനെയെല്ലാം ദ്രോഹിക്കാമെന്ന ആലോചനയിലാണ്. ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ജീവന് ഒരു തരത്തിലുമുള്ള സുരക്ഷയൊരുക്കാൻ റെയിൽവേക്ക് ആകുന്നില്ല. അടുത്ത കാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനും കാര്യമായ ഒരു നടപടിയുമില്ല. പല ട്രെയിനുകളിലും നിന്നുപോലും യാത്ര ചെയ്യാനാകാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഒല്ലൂരിൽ ട്രാക്കിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ജീവനക്കാരൻ ഉത്തമനെ ഇടിച്ചു തെറിപ്പിച്ച് ട്രെയിൻ പോയത് സുരക്ഷാ വീഴ്ചയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ്. ട്രാക്കിൽ പണിയെടുക്കുമ്പോൾ ട്രെയിൻ വരുന്നത് അറിയാനുള്ള ഉപകരണമായ രക്ഷക് നൽകണമെന്ന ജീവനക്കാരുടെ ആവശ്യം നിരാകരിച്ച റെയിൽവേയാണ് ഉത്തമന്റെ മരണത്തിന് ഇടയാക്കിയത്. രക്ഷകിനു വേണ്ടി ഡിവിഷൻ മാനേജറുടെ മുന്നിൽ നിരാഹാര സത്യാഗ്രഹം നടത്തിയ ആളുകൂടിയാണ് ഉത്തമൻ. സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തേണ്ട സംവിധാനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും നടപ്പാക്കാൻ തയ്യാറാകാതെ ജീവനക്കാരെ അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുന്നതിൽ തൽപരരാണ് റെയിൽവേ അധികൃതർ. സുരക്ഷാ സംവിധാനങ്ങൾ പലതും പ്രാവർത്തികമാക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് പതിവായി. ഈ വർഷം തന്നെ 2 സ്ഥലത്താണ് ട്രെയിനുകൾ കൂട്ടിയിടിച്ചത്. 12 പേർ മരിച്ചു. ഏപ്രിലിൽ ജാർഖണ്ഡിൽ ഗുഡ്സ് ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 2 ലോക്കോ പൈലറ്റുമാർ മരിച്ചു. ജൂൺ 17 ബംഗാളിലെ ലങ്കപാണിയിൽ കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ച് 10 പേർ മരിച്ചു. കഴിഞ്ഞ വർഷം ജൂണിലാണ് ഒഡീഷയിലെ ബാലസോറിൽ പാസഞ്ചർ ട്രെയിനും ഗുഡ്സും കൂട്ടിയിടിച്ച് 296 പേർ മരിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 638 ട്രെയിൻ അപകടങ്ങളാണ് ഉണ്ടായത്. ട്രെയിനുകൾ ഒരേ ട്രാക്കിൽ വന്നാൽ മനസ്സിലാക്കാനുള്ള സുരക്ഷാ സംവിധാനം നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട്. 2012 വികസിപ്പിച്ച കവച് എന്ന സംവിധാനം നടപ്പാക്കുന്നതിൽ ഒട്ടും താല്പര്യം റെയിൽവേക്ക് ഇല്ല. ദക്ഷിണ റെയിൽവേയിൽ ആകെ 139 ട്രെയിനുകൾക്കേ ഇതുള്ളൂ. ആയിരക്കണക്കിന് ട്രെയിനുകൾ ഉള്ളപ്പോഴാണിത്. സ്റ്റേഷനിലെയും ലൈനിലെയും സിഗ്നൽ സംവിധാനവുമായി ഘടിപ്പിച്ചിട്ടുള്ളതാണ് ഈ സംവിധാനം. ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാതെ സുരക്ഷ കാറ്റിൽ പറത്തുകയാണ്. 2-3 ദിവസം ഉറങ്ങാതെ പണിയെടുക്കേണ്ട ഗതികേടിലാണ് ലോക്കോ പൈലറ്റുമാർ. ജോലി സമയം ക്രമീകരിക്കണമെന്നും ആവശ്യമായ വിശ്രമ സമയം നൽകണമെന്നും ആവശ്യപ്പെട്ട് ലോക്കോ പൈലറ്റുമാർ സമരത്തിലാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ 1.5 ലക്ഷം പോസ്റ്റുകളാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. ബംഗാൾ അപകടത്തിന് ശേഷം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവ് 3 ഇരട്ടിയെ വർദ്ധിപ്പിച്ച് റെയിൽവേ വിജ്ഞാപനം ഇറക്കിയെങ്കിലും യഥാർത്ഥ ഒഴിവ് അതിനേക്കാളേറെ കൂടുതലാണ്. കേരളത്തിൽ ട്രെയിൻ യാത്ര കടുത്ത പീഡനമായി മാറിയിട്ട് വർഷങ്ങളായി. ട്രെയിൻ യാത്ര പേടി സ്വപ്നമായെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി ഉണ്ടാകില്ല. കാലുകുത്താൻ ഇടമില്ലാതെ വാതിക്കലും ഉള്ളിലുമെല്ലാം തൂങ്ങി നിന്നുള്ള യാത്ര പതിവ് കാഴ്ചയാണ്. ഇതിനു പുറമെ മണിക്കൂറുകൾ വൈകി ഓടുന്നതും ദുരിതം ഇരട്ടിപ്പിക്കുന്നു. ജനറൽ സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ചതും പാസഞ്ചർ ട്രെയിനുകൾ നിർത്തലാക്കിയതും പകൽ മിക്ക വണ്ടികളിലും സ്ലീപ്പർ ടിക്കറ്റ് നൽകാത്തതുമെല്ലാം യാത്രക്കാരുടെ ദുരിതം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. കൊട്ടിഘോഷിച്ച വന്ദേ ഭാരത് ട്രെയിനിൻ്റെ വരവോടെ മറ്റു വണ്ടികളിലെ യാത്ര അതീവ ദുഷ്കരമായി. വലിയ തുക നൽകി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനാകുക. സാധാരണ യാത്രക്കാർക്ക് ഇതിൽ പോകുക സാധ്യമല്ല. ഇത് കടന്നു പോകുന്നതിനായി മറ്റു വണ്ടികൾ പിടിച്ചിടുന്നതിനാലുണ്ടാകുന്ന സമയനഷ്ടം ദുരിതം വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. വേഗമേറിയ ട്രെയിനുകൾ ഓടിക്കാനുള്ള ട്രാക്കൊന്നും കേരളത്തിലില്ല. വേഗവണ്ടികൾ ഓടിക്കാൻ വേഗപാതകൾ വേണം. കേരളത്തിൻ്റെ ഈ ആവശ്യത്തെ എതിർക്കാൻ കേന്ദ്രം ഭരിക്കുന്നവരും കേരളത്തിൻ്റെ പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണ്. യാത്രക്കാരെ പലതരത്തിൽ പിഴിഞ്ഞ് കൊള്ളലാഭം ഉണ്ടാക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. ദീർഘദൂര ട്രെയിനുകളിൽ 3 മാസം മുമ്പ് പോലും ടിക്കറ്റ് കിട്ടാൻ പ്രയാസമാണ്. അത്യാവശ്യക്കാർ തൽക്കാൽ എടുക്കണം. ഇതിനാണെങ്കിൽ ഇരട്ടിയോളം തുക നൽകണം. പ്രീമിയം തൽക്കാൽ എന്നൊരു മറ്റൊരു ഏർപ്പാടുണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ 3 ഇരട്ടിയെങ്കിലും കൊടുക്കണം. ആവശ്യക്കാർ കൂടുതലുണ്ടെങ്കിൽ ഓരോ ടിക്കറ്റിനും തുക കൂടിക്കൊണ്ടിരിക്കും. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പാസഞ്ചർ ട്രെയിനുകൾ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇങ്ങനെ ആകെ കുത്തഴിഞ്ഞ റെയിൽവേ മനുഷ്യരുടെ ജീവനെടുക്കുന്ന സ്ഥാപനമായി മാറി.